നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള ഒന്നാണ് സൗഹൃദം, അല്ലേ? നല്ല സുഹൃത്തുക്കൾ നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം താങ്ങും തണലായി കൂടെ ഉണ്ടാകും. എന്നാൽ എല്ലാ സൗഹൃദങ്ങളും ഒരുപോലെ സന്തോഷം നൽകുന്നവയായിരിക്കുമോ? ചിലപ്പോഴെങ്കിലും ചില സൗഹൃദങ്ങൾ നമ്മെ മാനസികമായി തളർത്തുകയും നമ്മുടെ ഊർജം ഇല്ലാതാക്കുകയും ചെയ്തേക്കാം. അത്തരം ബന്ധങ്ങളെയാണ് നമ്മൾ ടോക്സിക് സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇത്തരം ടോക്സിക് സൗഹൃദങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അവയെ എങ്ങനെ കൈകാര്യം ചെയ്യാം? എപ്പോഴാണ് ഒരു ടോക്സിക് സൗഹൃദം അവസാനിപ്പിക്കേണ്ടി വരുന്നത്? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകണം. കാരണം ആരോഗ്യകരമായ ബന്ധങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമാണ്. എന്താണ് ടോക്സിക് സൗഹൃദം? ലക്ഷണങ്ങൾ തിരിച്ചറിയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്യുന്ന ഏതൊരു സൗഹൃദ ബന്ധവും ടോക്സിക് ഗണത്തിൽപ്പെടുത്താം. ഇതിന് പല ലക്ഷണങ്ങളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ പരിശോധിക്കാം. നിരന്തരമായ നെഗറ്റിവിറ്റിയാണ് ഒന്നാമത്തേത്. നിങ്ങളുടെ സുഹൃത്ത് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാതിപ്പെടുകയും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ സന്തോഷങ്ങളിലോ വിജയങ്ങളിലോ അവർക്ക് ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയുന്നില്ലേ? എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തുന്ന ഒരാളാണോ നിങ്ങളുടെ സുഹൃത്ത്? ഇതൊരു പ്രധാന ലക്ഷണമാണ്. ഇത്തരം ബന്ധങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പരിഹസിക്കുക. നിങ്ങളുടെ കഴിവുകളെ വില കുറച്ച് കാണിക്കുക. ഇവയെല്ലാം ഒരു ടോക്സിക് സൗഹൃദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. യഥാർത്ഥ സുഹൃത്തുക്കൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. സൗഹൃദത്തിൽ ആരോഗ്യകരമായ കളിയാക്കലുകൾ ഉണ്ടാകും. എന്നാൽ കളിയാക്കലുകൾ അതിരുവിടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുന്നു. അവരുമായി സംസാരിച്ച് കഴിയുമ്പോഴോ അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴോ നിങ്ങൾക്ക് വല്ലാതെ ക്ഷീണവും മാനസിക സമ്മർദ്ദവും അനുഭവപ്പെടുന്നുണ്ടോ? സന്തോഷം നൽകുന്നതിന് പകരം ആ കൂടിക്കാഴ്ചകൾ നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ വൈബുമായി ചേർന്ന് നിൽക്കുന്നതല്ലെന്ന് മനസ്സിലാക്കണം. എപ്പോഴും അവരെക്കുറിച്ച് മാത്രം സംസാരിക്കുക. സംഭാഷണങ്ങൾ എപ്പോഴും അവരിലേക്ക് മാത്രം തിരിയുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളോ സന്തോഷങ്ങളോ പങ്കുവെക്കാൻ അവർ അവസരം തരുന്നില്ല, അല്ലെങ്കിൽ അതിന് താല്പര്യം കാണിക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങളെ അവർ പരിഗണിക്കുന്നില്ലെന്നും അതൊരു ടോക്സിക് സൗഹൃദത്തിൻ്റെ ലക്ഷണമാണ്. അസൂയ മത്സരബുദ്ധി ഉണ്ടെങ്കിലും അതും ടോക്സിക്കാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ അവർക്ക് അസൂയ തോന്നുകയും നിങ്ങളുമായി എപ്പോഴും ഒരു അനാരോഗ്യകരമായ മത്സരത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ അതും ടോക്സിക് ബന്ധമാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യഥാർത്ഥ സൗഹൃദത്തിൽ അസൂയയ്ക്ക് സ്ഥാനമില്ല എന്നതാണ്. നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങൾ ടോക്സിക് ബന്ധത്തിലാണ്. നിങ്ങൾ ആരുമായി സംസാരിക്കണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ അവർ തീരുമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നുണ്ടോ? ഇതൊരു അപകടകരമായ ലക്ഷണമാണ്. മറ്റൊന്ന് വിശ്വസ്തതയില്ലായ്മയാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പിന്തുണ നൽകാതിരിക്കുക. ഇവയെല്ലാം വിശ്വാസവഞ്ചനയാണ്. ഇതും ടോക്സിക് ബന്ധത്തിൻ്റെ ഒരു കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്ഷമ ചോദിക്കാൻ മടി. തെറ്റുകൾ സംഭവിച്ചാൽ പോലും അവർക്ക് ഒരിക്കലും ക്ഷമ ചോദിക്കാൻ സാധിക്കില്ല. എപ്പോഴും നിങ്ങളെ പഴിചാരുകയും സ്വന്തം ഭാഗം ന്യായീകരിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ചിലതെങ്കിലും നിങ്ങളുടെ സൗഹൃദത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടോക്സിക് ബന്ധത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. അത് തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. നമുക്കുള്ളത് ടോക്സിക് സൗഹൃദമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അടുത്ത പടി അത് കൈകാര്യം ചെയ്യുക എന്നതാണ്. അതിന് പല വഴികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. സെറ്റ് ബൗണ്ടറീസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊക്കെ പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി അവരെ അറിയിക്കുക. ഉദാഹരണത്തിന്, എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുന്നത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത്. ഇത് ശാന്തമായി അതോടൊപ്പം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക. കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി. തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഏതൊക്കെ പെരുമാറ്റങ്ങളാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നതെന്ന് അവരോട് തുറന്നു പറയുക. നീ ഇങ്ങനെ പറയുമ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുക. അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം കൃത്യമായി പറയുക. ചിലപ്പോൾ അവർ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. ഇത്തരം തുറന്നു പറച്ചിലുകൾ അവർക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ക്രിയേറ്റ് ഡിസ്റ്റൻസ്. അകലം പാലിക്കുക. സംസാരം കൊണ്ട് ഫലമില്ലെങ്കിൽ അവരിൽ നിന്ന് കുറച്ച് അകലം പാലിക്കാൻ ശ്രമിക്കുക. സ്ഥിരമായി കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും കുറയ്ക്കുക. സോഷ്യൽ മീഡിയയിൽ അവരെ അൺഫോളോ ചെയ്യുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനും ഗുണം ചെയ്യും. എല്ലാ കാര്യങ്ങളിലും അവരെ ആശ്രയിക്കുന്നത് നിർത്തുക. വൈകാരികമായ പിന്തുണയ്ക്കോ മറ്റു ആവശ്യങ്ങൾക്കോ അവരെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് മറ്റു നല്ല സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഉണ്ടാകാം.
അവരുമായി കൂടുതൽ അടുത്തിടപഴകുക. സ്വയം പ്രതിരോധിക്കാൻ പഠിക്കുക. ലേൺ ടു സേ നോ. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് ഇല്ല എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ സമയത്തിനും ഊർജത്തിനും സ്വയം വില കൽപ്പിക്കുക. മാറ്റം പ്രതീക്ഷിക്കുക. എന്നാൽ അത് സംഭവിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ സംസാരം കേട്ട് സ്വയം മാറാൻ തയ്യാറായേക്കാം. എന്നാൽ അതിന് യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരാൻ മാനസികമായി തയ്യാറെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ടോക്സിക് ബന്ധങ്ങൾ നമുക്ക് ചിലപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും. അത് എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ എത്ര ശ്രമിച്ചിട്ടും ഒരു ടോക്സിക് സൗഹൃദം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരം സാഹചര്യങ്ങളിൽ ആ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഇത് വളരെ വേദനാജനകമായ ഒരു തീരുമാനമായിരിക്കാം, പ്രത്യേകിച്ചും ഒരുപാട് കാലത്തെ സൗഹൃദമാണെങ്കിൽ. എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇത് അനിവാര്യമായി വരും. എപ്പോഴാണ് ഒരു സൗഹൃദം നിർത്തേണ്ടി വരുന്നത്? നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും സാരമായി ബാധിക്കുമ്പോൾ ഇത്തരം ബന്ധം അവസാനിപ്പിക്കാൻ നാം തയ്യാറാകണം. നിരന്തരമായ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ സൗഹൃദം കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അക്രമമോ ഉണ്ടായാൽ ഉടൻ തന്നെ ആ ബന്ധം ഉപേക്ഷിക്കുക. നിങ്ങൾ അതിരുകൾ വയ്ക്കുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങളുടെ സുഹൃത്ത് അവരുടെ മോശം പെരുമാറ്റം തുടരുകയാണെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കാൻ നാം തയ്യാറാകണം. ആ ബന്ധം നിങ്ങളെ ഒരു വ്യക്തി എന്ന നിലയിൽ വളരാൻ അനുവദിക്കുന്നില്ലെങ്കിലും ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും അവർ നിരന്തരം നിരുത്സാഹപ്പെടുത്തുകയും നിങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം സൗഹൃദങ്ങൾ നമുക്ക് ആവശ്യമില്ലെന്ന് തന്നെയാണ് അർത്ഥം വയ്ക്കുന്നത്. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ്. തുടർച്ചയായ വഞ്ചനയും നുണകളും ആ ബന്ധത്തിൻ്റെ മരണമണിയാണെന്ന് നമ്മൾ അറിയണം. ഒരു സൗഹൃദം അവസാനിപ്പിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ ചിലപ്പോൾ അത് കൂടിയേ തീരൂ. അത് എങ്ങനെ മാന്യമായി ചെയ്യാമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കഴിയുമെങ്കിൽ അവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പിരിയുന്നതാണ് ഉചിതമായ രീതി. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഫോൺ കോളിലൂടെയോ വ്യക്തമായ ഒരു മെസ്സേജിലൂടെയോ നിങ്ങളുടെ തീരുമാനം അറിയിക്കാം. ശാന്തമായും വ്യക്തമായും സംസാരിക്കുക. ദേഷ്യമോ വികാരപ്രകടനങ്ങളോ ഒഴിവാക്കി നിങ്ങളുടെ തീരുമാനം ശാന്തമായി എന്നാൽ വ്യക്തമായി അവരെ അറിയിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തതെന്ന് ചുരുങ്ങിയ വാക്കുകൾ വിശദീകരിക്കണം. അവരുടെ പ്രതികരണത്തിന് തയ്യാറെടുക്കണം. അവർ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടാനോ നിങ്ങളെ കുറ്റപ്പെടുത്താനോ സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണം. നീ കാരണമാണ് ഞാനിത് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള സംസാരം ഒഴിവാക്കുക. പകരം നമ്മുടെ സൗഹൃദം ഇപ്പോൾ എനിക്ക് സന്തോഷം തരുന്നില്ല, അതിനാൽ ഞാൻ ഇതിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അവർ നിങ്ങളെ വീണ്ടും ബന്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസിക സമാധാനമാണ് വലുതെന്ന് ഓർക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്നും അവരെ ഒഴിവാക്കുക. ബന്ധം അവസാനിപ്പിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നും അവരെ ഒഴിവാക്കുന്നത് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കും. സ്വയം സമയം നൽകാൻ നമ്മൾ തയ്യാറാകണം. ഒരു സൗഹൃദം അവസാനിക്കുമ്പോൾ അത് എത്ര ടോക്സിക് ആയിരുന്നാലും ചെറിയൊരു വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ വികാരങ്ങളെ അംഗീകരിക്കുകയും സ്വയം സമാധാനിക്കാൻ സമയം നൽകുകയും ചെയ്യുക. ഒരു ടോക്സിക് സൗഹൃദം അവസാനിക്കുന്നത് ഒരവസാനമല്ല, മറിച്ച് അതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ഊർജവും സമയവും നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, നിങ്ങളെ വളർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള അവസരമാണിത്. ആരോഗ്യകരമായ സൗഹൃദങ്ങളുടെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരസ്പരം ബഹുമാനിക്കണം. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുകയും ഒരാളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും വേണം. പരസ്പരം എന്തും തുറന്നു പറയാനും വിശ്വസിക്കാനും സാധിക്കണം. സന്തോഷത്തിലും ദുഃഖത്തിലും പരസ്പരം താങ്ങും തണലുമായിരിക്കണം. നിങ്ങൾ പരസ്പരം സത്യസന്ധത പുലർത്തണം. ആ സൗഹൃദം നിങ്ങൾക്ക് സന്തോഷവും പോസിറ്റീവ് എനർജിയും നൽകണം. സൗഹൃദം നിങ്ങളെ ഒരു നല്ല വ്യക്തിയായി വളരാൻ സഹായിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സൗഹൃദമെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ അവസാനിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓർക്കുക, നിങ്ങളുടെ മാനസികാരോഗ്യവും സന്തോഷവുമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങളിൽ തുടരേണ്ട യാതൊരു ആവശ്യവുമില്ല. ടോക്സിക് സൗഹൃദങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്ത് ആരോഗ്യകരമായ ബന്ധങ്ങളിലൂടെ ജീവിതം മനോഹരമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റുള്ളവർക്ക് ഇത് തീർച്ചയായും പ്രയോജനപ്പെടും. ഈ വിഷയം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.